യാത്രാ വിവരണം വരകളാലും വർണ്ണങ്ങളാലും ക്യാൻവാസിൽ പകർത്തിയ യതി ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. വടകര കജിക ആർട്ട് ഗാലറിയിൽ ജൂൺ 21 ആരംഭിച്ച ചിത്ര പ്രദർശനം സമാപിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സാധാരണ രീതിയിൽ യാത്രകളെ പറഞ്ഞറിയിച്ചും എഴുതിയറിയിച്ചുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി മറ്റൊരു മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് 3 ചിത്രകാരന്മാർ. ശ്രീകുമാർ മാവൂർ, സജീഷ് ടി വി, ജഗദീഷ് പാലയാട്ട് എന്നിവരാണ് താങ്കളുടെ നേപ്പാൾ സഞ്ചാരത്തെ വരകളാലും വർണ്ണങ്ങളാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേപ്പാളിലെ തെരുവുകളിലൂടെയും ആരാധനാലയങ്ങളിലൂടെയും മനുഷ്യർക്കിടയിലൂടെയും സഞ്ചരിക്കുമ്പോൾ പകർത്തിയെടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇന്നിവിടെ ഈ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ചിത്രങ്ങളാണ് അതിലുള്ളത്. ഫിഗറുകളും അതുപോലെ സ്മാരകങ്ങളും അമ്പലങ്ങളും അതുപോലെ മലനിരകളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരച്ചെടുത്ത് അതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു യാത്ര പോകുമ്പോൾ യാത്രാ വിവരണങ്ങളായിട്ട് എഴുതുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. എന്നാൽ ഇവിടെ ഞങ്ങൾ അത് ചിത്രങ്ങളായിട്ടും അതുപോലെ പെയിൻറ്റിംഗ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജലഛായ ചിത്രങ്ങളും അക്രിലിക് പെയിൻറ്റിങ്ങുകളും പെൻ ഡ്രോയിങ് അതുപോലെ തന്നെ ചാർക്കോൾ ഡ്രോയിങ്സ് അങ്ങനെയുള്ള വ്യത്യസ്ത മാധ്യമങ്ങളിലുള്ള ചിത്രങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമറയിൽ ചിത്രങ്ങൾ എടുക്കുന്നതിനു പകരം ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങൾ യതി എന്ന പേരിൽ ജൂൺ 21 വടകര കജിക ആർട്ട് ഗാലറിയിൽ പ്രദർശനം ആരംഭിച്ചത്. പ്രമുഖ നർത്തകിയും സൗത്ത് ഏഷ്യ ഫ്രട്ടേണിറ്റി നാഷണൽ ലീഡറുമായ ചിത്ര സുകുമാരൻ്റെ അധ്യക്ഷതയിൽ പ്രമുഖ കലാസാഹിത്യ നിരൂപകൻ സജയ് കെവിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. യാത്രകളെ എഴുതി അടയാളപ്പെടുത്തുന്നതിൽ നിന്നും മാറി തങ്ങളുടെ സ്വന്തം മാധ്യമമായ ചിത്രരചനയിലൂടെ രേഖപ്പെടുത്തി കോഴിക്കോടിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് മാതൃകയായിരിക്കുകയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ മാർച്ചിൽ നേപ്പാളിലേക്ക് ഇവർ യാത്ര പോയത്. കാഠ്മണ്ഡു മുതൽ സാരംഗോട്ട് വരെയുള്ള സഞ്ചാരത്തിലെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും ആരാധനാലയങ്ങളടക്കമുള്ള നിർമ്മിതികളെയും അതേപടി പകർത്തി. പ്രദർശനത്തിലുള്ള 70 ചിത്രങ്ങളിൽ 55 എണ്ണവും തത്സമയം വരക്കുകയായിരുന്നു. എന്തായാലും നല്ല പ്രതികരണമാണ് കാഴ്ചക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഒരു വായനയിലൂടെ കിട്ടുന്ന ഒരു അനുഭവമായിട്ടാണ് പലപ്പോഴും യാത്രാ വിവരണങ്ങൾ രേഖപ്പെടുത്താറുള്ളത്. പകരം രേഖാചിത്രങ്ങളിലൂടെ അവിടെയുള്ള സ്കെച്ചുകളിലൂടെ ഒരു നാടിനെ അടയാളപ്പെടുത്തുക എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായൊരു ശൈലിയായിട്ട് വ്യത്യസ്തമായൊരു അനുഭവമായിട്ട് പ്രേക്ഷകർ ഓരോരുത്തരും നമ്മുടെ ചിത്രം കാണാൻ വേണ്ടുന്ന ഓരോരുത്തരും അവരുടെ അനുഭവ സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങളെല്ലാം സംസാരിക്കുന്നത് അവിടുത്തെ ജീവനുള്ള ആളുകളും അല്ലാതെ അവരുടെ സൃഷ്ടികളെല്ലാം തന്നെ പഴയ ഗോപുരങ്ങളും എല്ലാം തന്നെ നമ്മളോട് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പറയുന്ന ഒരു കഥകളാണ്. അങ്ങനെ ഒരു യാത്രാ അനുഭൂതി തന്നെ നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. ദിവസങ്ങൾ നീണ്ട ചിത്ര പ്രദർശനം ഇന്ന് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.